ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജന സീരിയലിന്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ അനുപമയാണെന്നുണ്ടെങ്കിൽ പത്മ വീണ്ടും രാജാജി നഗർ കോളനിയിലേക്ക് ലാൻഡ് ചെയ്ത കാര്യമൊക്കെ കാവ്യ എടുത്ത് തുറന്നു പറയാട്ടോ. അപ്പൊ ഈ ഒരു ഭാഗത്തോടെ ആയിരുന്നു നമ്മുടെ ഇന്നലത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നത്. കാവ്യ ഇത് അപ്പൊ തന്നെ കാർത്തിക്കിനോട് പറയുന്നുണ്ട്. കാർത്തിക് പറയണ്ടോ, ഹോ ആ പത്മ വീണ്ടും രാജാജി നഗറിലേക്ക് വന്നു അല്ലേ, എങ്കിൽ കാര്യങ്ങളൊക്കെ എളുപ്പമായി. കാരണം അഡ്വക്കേറ്റ് അഞ്ജലി ഇപ്പോ ശംഖുചക്രത്തിലാണല്ലോ. രാജാജി നഗറിൽ ഇനിയിപ്പോ ആരെയും പേടിക്കേണ്ട കാര്യമില്ല. കുറച്ച് ഓട്ടോക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവരെ ഒതുക്കാൻ വേണ്ടി എന്റെ കൂട്ടുകാർ മാത്രം മതി. ശരിയിടി, എനിക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കാർത്തിക് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ് ചെയ്യുന്നത് കേട്ടോ. കാവ്യക്ക് സന്തോഷമാവുന്നുണ്ട്. ആ പത്മ അവളില്ലാതായാൽ മാത്രമേ കാർത്തിക്കിനെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ മനസ്സിലാക്കാണ് കാവ്യ. സേതു അവിടേക്ക് വരുന്നുണ്ട്. എടി മോളെ കാവ്യെ, കാർത്തിക് ഇപ്പൊ എവിടേക്ക് ഇറങ്ങിപ്പോയത്? ഓ അതൊന്നും പറയണ്ടമ്മേ, അവളുണ്ടല്ലോ ആ പത്മ, അവള് വീണ്ടും രാജാജി നഗർ കോളനിയിലേക്ക് വന്നിട്ടുണ്ട് പോലും. അവള് അന്വേഷിച്ചാണോ അവൻ ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിപ്പോയത്? അതെ. എന്തിനാ മോളെ നീ അവനെ ഇപ്പൊ പറഞ്ഞു വിട്ടത്? അത് വേണ്ടായിരുന്നു മോളെ. അല്ല അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? പത്മ ജീവനോടുണ്ടെങ്കിൽ അമ്മക്ക് അമ്മയുടെ മോനെ ഒരിക്കലും കാണാൻ സാധിക്കില്ല. അവൻ ജയിലിലായിരിക്കും. ജയിലിലാണെങ്കിലും ജീവനോടെ കാണാൻ പറ്റുമല്ലോ. അത് അവൻ ചെയ്ത തെറ്റിന്റെ ഫലമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. ആ പത്മയുടെ പുറകിലുള്ള പോക്ക് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അമ്മ ഇതിലിടപെടേണ്ട, കാര്യങ്ങളൊക്കെ അവനും അവന്റെ ഫ്രണ്ട്സും ചെയ്തോളും എന്ന് കാവ്യ പറയാണ്. സേതു മനസ്സിൽ വിചാരിക്കേണ്ട, ഈശ്വര ഇനി എന്തൊക്കെയാണോ സംഭവിക്കാൻ പോണത് എന്നിങ്ങനെ ആലോചിക്കാട്ടോ. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ അബീനെയാണ്. അബി ജോലി കഴിഞ്ഞിട്ട് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിലെത്തണേട്ടോ. പുറത്തൊന്നും പൊതുവെ അഭിഭക്ഷണം ഒന്നും കഴിക്കാറൊന്നുമില്ല. വീട്ടിലെ വന്നിട്ടാണ് അഭി ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കുന്നത്. അതുകൊണ്ട് 12 മണി ആവുമ്പോഴേക്കും അഭി വീട്ടിൽ വരുമ്പോൾ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അഭി അടുക്കള കയറി ഒരു ചോറും കറികളും എല്ലാം തന്നെ എടുക്കാണ്. പക്ഷെ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നില്ല. കാരണം വെള്ളം ഡൈനിങ് ടേബിളിൽ ഉണ്ടാവുമെന്നാണ് അഭി വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ അഭി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അനുപമ ഫോൺ കുത്തിക്കൊണ്ട് റൂമിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പെട്ടതാണ് അഭി വന്നിട്ടുണ്ടാവോ എന്ന് ആലോചിച്ചിട്ട് വേഗം തന്നെ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് വരുമ്പോൾ അഭിക്ക് പെട്ടെന്ന് വെള്ളത്തിന് ഒരു ചുമ വരുവാണ്. ആ സമയത്ത് അഞ്ജലി വെള്ളം കുടിക്കാൻ വേണ്ടി എഴുന്നേക്കുന്നുണ്ട്. അഞ്ജലി അടുക്കളയിൽ പോകുമ്പോഴാണ് അഭി ഇങ്ങനെ ചുമക്കുന്ന ഒച്ച കേൾക്കുന്നത് കേട്ടോ. വേഗം തന്നെ അഞ്ജലി ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് അവിടേക്ക് വരുവാണ്. അനുപമ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അഞ്ജലി അഭിക്ക് വെള്ളം എടുത്ത് കൊടുക്കുകയും അതുപോലെ തന്നെ ഗ്ലാസ്സിലെ വെള്ളം കൊടുക്കുകയൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് കാണുമ്പോൾ അനുപമക്ക് ഭയങ്കര ദേഷ്യം വരുവാട്ടോ. വേഗം തന്നെ അനുപമ വന്നിട്ട് ആ ഗ്ലാസ് തട്ടിമറിച്ച് കളയാണ്. ഇവളുടെ കൈ കൊണ്ട് തന്ന വെള്ളം നിങ്ങൾ കുടിക്കണ്ട, എന്താടി അഹങ്കാരി എന്ന് പറഞ്ഞൂടി നീ എന്ന് പറഞ്ഞിട്ട് അനുപമയുടെ മുഖത്തേക്ക് അടിക്കുകയാണ് അഭി. അതിനുശേഷം പറയണ്ടേ, ഇവിടെ മനുഷ്യൻ ഒന്നും ഇത്രയും നേരം പണിയെടുത്ത് വരുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ എന്ന് ആരും അന്വേഷിക്കാറില്ല. ഇപ്പൊ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ വെള്ളം കുടിക്കാൻ വേണ്ടി തോന്നിയപ്പോ അഞ്ജലി അത് എടുത്തുകൊണ്ട് തന്നു, അതിനിപ്പോ എന്താ തെറ്റ് എന്ന് ചോദിക്കുകയാണ്. അഞ്ജലി വേഗം തന്നെ അവിടെ നിന്ന് പോവാണ്. അവര് ഭാര്യ ഭർത്താക്കന്മാരും എന്തായാലും സംസാരിക്കട്ടെ വെച്ചിട്ട് അഞ്ജലി അവിടുന്ന് പോവാണ് ചെയ്യണം കേട്ടോ. അഭിനോട് അനുപമ പറയണ്ടേ, നിങ്ങൾ മനഃപൂർവ്വമാണ് അഞ്ജലിനെ കണ്ടപ്പോ ചുമ കാണിച്ചുകൊണ്ടിരുന്നത്, അവള് വെള്ളം എടുത്ത് തരാൻ വേണ്ടി. അവള് അതൊരു അവസരമാക്കി എടുത്തു. ഇനി എന്തൊക്കെ കാണേണ്ടി വരും? ഇപ്പൊ വെള്ളം കൊടുക്കണതേ കണ്ടുള്ളൂ, ഇനിയിപ്പൊ എന്തൊക്കെ കാണേണ്ടി വരും? നിങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട്, നോക്ക് ഇനി മുതൽ രാത്രി നിങ്ങൾ എത്ര താമസിച്ചു വന്നാലും ഞാൻ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടേ കിടന്നുറങ്ങുള്ളൂ. കാരണം അത് എൻ്റെ ഒരു വിധി. അതുപോലെ തന്നെ രാവിലെ നിങ്ങൾ എഴുന്നേക്കുന്നത് എപ്പോഴാണെന്നും എനിക്ക് നോക്കണം. അപ്പോ അഭി പറയണ്ടേ, എന്താ ഈ ഒരു കാര്യം ചെയ്, ഞാൻ ഉറങ്ങുന്നത് എപ്പോഴാണെന്നും എഴുന്നേക്കുന്നത് എപ്പോഴാണെന്നും അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോണത് എപ്പോഴാണെന്നും ഞാൻ രാത്രി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇരുന്നിരുന്ന് നിന്റെ ജീവിതം നീ അങ്ങനെ കളയടി എന്നൊക്കെ പറഞ്ഞിട്ട് അഭി അവിടുന്ന് പോവാണ് ചെയ്യുന്നത്. അനുപമക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനുപമ അതിനുശേഷം റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നാലും അവൾ എന്റെ അഭിക്ക് വെള്ളം കൊടുത്തു, ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു ഗ്ലാസ് വെള്ളമേ കൊടുത്തുള്ളൂ, നാളെ അത് ചായയാവും, പിന്നെ കോഫിയാവും, പിന്നെ ഭക്ഷണവും, അങ്ങനെ പലതും ആവും. അത് പറ്റില്ല. അഭിക്ക് വെള്ളം കൊടുക്കാനുള്ളത് അത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവൾ എന്തിനാ ആ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? ഇനി ഇത് വെറുതെ വെച്ചേക്കാൻ പാടില്ല. ഈ കാര്യങ്ങൾ നമ്മുടെ അർജുനോട് പറയണം. അർജുൻ അറിയണം അഭിയും അഞ്ജനയും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എന്താണെന്നും അവർ തമ്മിലുള്ള പരിചയം എങ്ങനെയാണെന്നുള്ള കാര്യം അർജുൻ അറിഞ്ഞേ പറ്റൂ എന്ന് അനുപമ തീരുമാനിക്കുകയാണ്. അനുപമ ഈ കാര്യം അർജുനോട് പറയാൻ വേണ്ടി തന്നെ പോകുവാട്ടോ. അർജുൻ നീ ഫ്രീ ആണോ? എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അനുപമ പറയാണ്. ആ സമയത്ത് അർജുൻ ദേഷ്യത്തിൽ നമ്മുടെ അനുപമേനെ നോക്കുവാട്ടോ. അനുപമ പറയണ്ട, അർജുൻ നീ എന്നെ തെറ്റിദ്ധരിക്കല്ലേ, നിന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്
എന്താ എടുത്തി ആ ഒരു കാര്യം അല്ല, എന്റെ ജീവിതത്തെ ബാധിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ചത്തുപോകോ, അതോ എന്റെ ഭാര്യ അഞ്ജലി ചാവോ? അല്ല എടുത്തി പറയുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. വെറുതെ ഓരോരോ ഉടായിപ്പായിട്ട് വന്നോണം എടുത്തി. എനിക്ക് ഒരുപാട് സമയമൊന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകേണ്ട ആവശ്യമുണ്ട്. നീ പുറത്തൊക്കെ പോയി നടന്നോ, ഇവിടെ എന്താ നടക്കണത് നിനക്ക് വല്ലതും അറിയാവോ? എടുത്തി എന്തേ പറഞ്ഞു വരുന്നത്? നിന്റെ ഭാര്യ ഉണ്ടല്ലോ അഞ്ജലി, പിന്നെ നിന്റെ ചേട്ടൻ അബി, അവര് തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്ന് നിനക്കറിയാവോ? ഈ അബിക്ക് നേരത്തെ അഞ്ജലിനെ അറിയാം, അഞ്ജലിക്ക് ആ പേരെ അറിയാം. ഏടത്തി എന്തൊക്കെയാ പറയണത്? അഭിയേട്ടനും അഞ്ജലിക്കും നേരത്തെ അറിയാന്നോ? അതെ അറിയാം. കാരണം ഞാൻ വിവാഹം കഴിക്കുന്ന പെൺകുട്ടി പെണ്ണുമ്പുള്ളയാണെന്നും അത് ഇങ്ങനത്തെ ഒരു പെൺകുട്ടിയാണെന്നൊക്കെ ഞാൻ അഭിചേട്ടനോട് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ അറിയാതായിരിക്കും ഏടത്തി ഉദ്ദേശിച്ചല്ലേ? അങ്ങനെയൊന്നും അല്ല. ഒരു വർഷം മുമ്പേ ഇവര് തമ്മിലുള്ള പരിചയമൊക്കെ ഉണ്ട്. ഒരു വർഷമല്ല, ഒരു 1.5 വർഷം മുമ്പേ ഇവര് തമ്മിൽ ഭയങ്കര പരിചയമൊക്കെ ആയിരുന്നു. അതായത് അഡ്വക്കേറ്റ് അഞ്ജലി വെറും അഞ്ജലി ആയിരുന്ന സമയത്തെ നമ്മുടെ അബിയും അഞ്ജലിയും തമ്മിൽ നല്ല പരിചയം ഉണ്ടായിരുന്നു. അവര് വിവാഹം കഴിക്കാൻ നിന്നതുമാണ്. ഇടത്തേക്ക് എന്താ തലക്ക് വട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്. നിനക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ മുത്തശ്ശിയെടുത്ത് പോയി ചോദിക്കേ. അഞ്ജലിയെ കല്യാണത്തിന് മുമ്പ് അമ്പലത്തിൽ തൊഴാൻ വന്നപ്പോ നിങ്ങളുടെ മുത്തശ്ശി ഉണ്ടല്ലോ, മുത്തശ്ശിക്ക് അഞ്ജലിനെ കണ്ട് ഇഷ്ടമായി. അബീനെ വേണ്ടി ആലോചിച്ചാലോ എന്ന് വിചാരിച്ചു. നേരെ രാജാജി നഗറിൽ പോവുകയും അബീനെ അഞ്ജലിക്ക് കൊടുക്കാവോ എന്ന് തിരുമേനി മുഖേന ചോദിക്കുകയും ചെയ്തു. എന്റെ അച്ഛനും അമ്മക്ക് അത് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ അഞ്ജലിയുടെയും അബിയുടെയും വിവാഹം അവരായിട്ട് തന്നെ ഉറപ്പിക്കുകയും ചെയ്തു. അഞ്ജലി അബിയും തമ്മിൽ ഒരുപാട് പ്രാവശ്യം ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, നേരിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അവൾക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ജീവിതം കിട്ടണ്ട, ഇത്രയും സൗകര്യമുള്ള ജീവിതവും അതുപോലെ ഇത്രയും പണമുള്ള ഒരു സ്ഥലത്ത് അവൾ കെട്ടിക്കൊണ്ട് പോവണ്ട എനിക്ക് അസൂയ തോന്നിയിട്ട് അതിനിടയിൽ കയറി ഞാൻ കളിച്ചപ്പോഴാണ് അബി എന്റെ ഭർത്താവായത്. അതൊക്കെ വേറെ കഥ, അതൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. നീയും അഞ്ജലി തമ്മിൽ ഇപ്പൊ ഇത്രയും നാള് പരിചയമുണ്ട്, അവളിപ്പോ നിന്റെ ഭാര്യയാണ്. എന്നിട്ടും അബിയും അവൾ തമ്മിലുള്ള റിലേഷന്റെ കാര്യം അവള് നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ പറയുന്നത്? അതിലൊരു കള്ളത്തരം ഉള്ളത് കൊണ്ടിട്ടല്ലേ. നീ എന്തോ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവള് നിന്നിട്ട് പൊരിക്കുന്നുണ്ടല്ലോ ദിവസവും. പക്ഷെ ശരിക്കും കള്ളം പറഞ്ഞതും ചെയ്തതും അവളാ, ആ അഡ്വക്കേറ്റ് അഞ്ജലി. അവളും അബിയും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ട്. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ നോക്കിക്കോ. രാത്രി അബി ജോലി കഴിഞ്ഞ് വരുന്നത് വരെ അവള് കാത്തിരിക്കും. നിനക്കൊരു ഗ്ലാസ് വെള്ളം അവൾ എടുത്തരാറുണ്ടോ? ചായ, കോഫി, എന്തെങ്കിലും? പക്ഷെ അബിയുടെ കാര്യം അങ്ങനെയല്ല. അബി രാത്രി ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൾ കാത്തിരിക്കും ചോറ് വിളമ്പി കൊടുക്കാൻ. അതുപോലെ തന്നെ അബിക്ക് ചായ, കാപ്പി അങ്ങനെ അവളെ കൊടുക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷെ നിന്റെ കാര്യത്തിലോ നിന്നോടൊരു ഗുഡ് മോർണിംഗ് പോലും അവള് പറയാറുണ്ടോ? ഇല്ലല്ലോ. അതാണ് നീയും അബിയും തമ്മിലുള്ള വ്യത്യാസം. ചില ആളുകളൊക്കെ പറയാനുണ്ടല്ലോ, ആദ്യ പ്രണയം ഒരിക്കലും മനസ്സിൽ നിന്ന് മറക്കാൻ സാധിക്കില്ലെന്ന്. അഞ്ജലിക്കും അബിക്കും ചിലപ്പോ അങ്ങനെയായിരിക്കും. എന്ത് പറയാനാ അർജുനെ, നമ്മുടെ രണ്ടുപേരുടെ ജീവിതം വഴിയാതരമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അനുപമ കുറച്ച് വിഷം കുത്തിവെച്ച് അവിടെ നിന്ന് പോവാട്ടോ. ശരിക്കും അർജുൻ ഷോക്കായി പോവാണ്. അബിയും അഞ്ജലി തമ്മിൽ പരിചയം ഉണ്ടെന്ന് അറിയുമ്പോഴേക്കേട്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ അർജുൻ മിക്കവാറും അഞ്ജലി അടുത്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട്, അമ്മയുടെ അടുത്ത് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മൾ ഇനി വരുന്ന എപ്പിസോഡിൽ കാണാൻ പോണത്. അപ്പൊ ഇന്നും നമ്മുടെ സീരിയൽ ഉണ്ടായിരുന്നില്ല, നാളെ ഇല്ല കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. ടേക്ക് കെയർ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.